കൊല്ലം ശാസ്താംകോട്ട മുതുപിലാക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലെ അത്തപ്പൂക്കളമിടൽ വിവാദത്തിൽ പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയതും കൊടിയും ചിഹ്നങ്ങളുമാണ് വിവാദമായത്. പരാതിയെ തുടർന്ന് പോലീസ് കേസെടുത്തു. കലാപമുണ്ടാക്കാൻ വേണ്ടിയാണ് അത്തപ്പൂക്കളം ഇട്ടതെന്നാണ് എഫ്ഐആറിൽ. ക്ഷേത്ര പരിസരത്ത് കൊടിതോരണങ്ങളും ഫ്ലക്സ് ബോർഡുകളും കെട്ടുന്നത് കോടതി നിരോധിച്ചിട്ടുണ്ട്. ഇതിന് വിപരീതമായി ക്ഷേത്ര കമ്മിറ്റിയുടെ അനുമതിയില്ലാതെ പ്രധാന വഴിയിൽ അത്തപ്പൂക്കളം ഇട്ടെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ക്ഷേത്രത്തിൽ നിന്നും 50 മീറ്റർ ദൂരെ മാറി ഉള്ള ഭാഗത്ത് ഛത്രപതി ശിവജിയുടെ ചിത്രം വച്ചതും രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലെ പകയുണ്ടാക്കാനെന്നാണ് ആരോപണം. RSSന്റെ കൊടിയെന്ന് സൂചിപ്പിക്കുന്ന വിധം പൂക്കൾ കൊണ്ട് കൊടിയുണ്ടാക്കിയെന്നും എഫ്ഐആറിലുണ്ട്. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പറയുന്നുമില്ല. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് എഴുതിയത് മായ്ക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടതെന്നാണ് RSS പറയുന്നത്. കൊല്ലം ശാസ്താംകോട്ട മുതുപ്പിലക്കാട് പാർത്ഥസാരഥി ക്ഷേത്രത്തിന് മുന്നിലാണ് സംഭവം. ക്ഷേത്രത്തിന്റെ മുന്നിലെ വഴിയിൽ പ്രദേശത്തെ യുവാക്കളാണ് പൂക്കളമിട്ടത്. പൂക്കളത്തിൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയിരുന്നു. അതിനാൽ പൂക്കളം നീക്കണമെന്നാണ് പോലീസ് ആവശ്യപ്പെട്ടത്. മാറ്റിയില്ലെങ്കിൽ കേസെടുക്കുമെന്ന് പോലീസ് യുവാക്കളെ ഭീഷണിപ്പെടുത്തി. CPMും കോൺഗ്രസും അംഗങ്ങളായ ക്ഷേത്ര കമ്മിറ്റിയാണ് ഓപ്പറേഷൻ സിന്ദൂർ പൂക്കളത്തിനെതിരെ പരാതി നൽകിയത്. ശാസ്താംകോട്ട സ്വദേശിയും മുൻ സൈനികനുമായ ശരത്തിനെ 1-ാം പ്രതിയും നിലവിലെ സൈനിക സേവനം അനുഷ്ഠിക്കുന്ന അശോകനെ 2-ാം പ്രതിയുമാക്കിയാണ് കേസെടുത്തിരിക്കുന്നത്. കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെയും കേസെടുത്തിട്ടുണ്ട്. കലാപശ്രമം അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഇടപെടലിനെ ന്യായീകരിച്ച് CPMും എതിർത്ത് ഹിന്ദു ഐക്യവേദിയും രംഗത്തെത്തി. അവിടെ ഓപ്പറേഷൻ സിന്ദൂർ എഴുതി വെച്ചതാണ് അവർക്ക് വലിയ പ്രകോപനമായത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പ്രകോപനം ഉണ്ടാകുന്ന തരത്തിലുള്ള കുറെ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആൾക്കാർ, അവരെ സംബന്ധിച്ചിടത്തോളം ഈ രാജ്യത്തിന്റെ വിജയം, ഈ രാജ്യത്തിന്റെ നേട്ടം, അഭിമാനം, അതൊക്കെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ദഹിക്കാത്ത കാര്യമാണ്. അവരെല്ലാ കാലത്തും ഈ രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കെതിരെ നിന്ന ഒരു പാരമ്പര്യമാണുള്ളത്. ഇപ്പൊ പഹൽഗാമിലെ ആക്രമണമൊക്കെ ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ ബലാക്കോട്ടിലെ ഭാരതത്തിന്റെ തിരിച്ചടി ഉണ്ടായപ്പോൾ, അല്ലെങ്കിൽ സർജിക്കൽ സ്ട്രൈക്ക് ഉണ്ടാകുമ്പോൾ ഒക്കെ ഭാരതത്തിന്റെ അഭിമാനകരമായ നേട്ടങ്ങളെ ഇകഴ്ത്തി കാണിക്കാനും വൈദേശിക രാജ്യങ്ങളുടെ അതേ ശബ്ദത്തിൽ അല്ലെങ്കിൽ അവരുടെ നാവായിട്ട് ഇവിടെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന സമീപനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എടുത്തിട്ടുള്ളത്. നമ്മുടെ രാജ്യത്തിന്റെ പൊതു മാതൃകയായി, മുദ്രയായി എല്ലാവരുടെ ഐക്യം ഉണ്ടാക്കാൻ ഉയർത്തിപ്പിടിക്കേണ്ടത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു ക്ഷേത്രത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ക്ഷേത്രം അനാഥമല്ലല്ലോ, അവിടെ ഉത്തരവാദിത്തപ്പെട്ടവരുണ്ട്. അവിടുത്തെ ചടങ്ങിന്റെ ഭാഗമായിട്ടൊരു കാര്യമല്ല. കുറെ പേര് അനധികൃതമായിട്ട് അവരുടേതായ നിലയ്ക്ക് ചില കാര്യങ്ങൾ ചെയ്യുന്നു. അതിനോട് അവിടെ തന്നെ വിയോജിപ്പുണ്ടാവുന്നു. നിയമപരമായ കാര്യങ്ങളിൽ അധികാരത്തിൽ ചുമതലയുള്ളവർ അത് അനധികൃതമായി ചെയ്ത കാര്യങ്ങൾ അനധികൃതമാണ് എന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുന്നു. ഹൈക്കോടതിയും കൃത്യമായ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ആചാരപരമായ കാര്യങ്ങളാണ് അമ്പലത്തിൽ നടക്കേണ്ടത്. ഇത് ആചാരപരമായി ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത് അമ്പലത്തിൽ നടക്കുന്നൊരു കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. എന്നാൽ ഓപ്പറേഷൻ സിന്ദൂർ എന്നെഴുതിയതിൽ തങ്ങൾ എതിരല്ലെന്നും രാഷ്ട്രീയ പാർട്ടികളുടെ ചിഹ്നങ്ങൾ ക്ഷേത്ര പരിസരത്ത് ഉപയോഗിക്കുന്നതിലെ കോടതി വിലക്ക് അവഗണിച്ചതിനാലാണ് പരാതി നൽകിയതെന്നുമാണ് ക്ഷേത്ര ഭരണസമിതിയുടെ വിശദീകരണം. സംഭവത്തിൽ പ്രതിഷേധിച്ച് ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിലേക്ക് തിങ്കളാഴ്ച മാർച്ച് നടത്തുമെന്ന് BJP നേതൃത്വം അറിയിച്ചു. News 18 കൊല്ലം.